അങ്ങനെ നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് കയറിയപ്പോൾ ഒരു വില്ലേജിലേക്ക് പോണ റോട്ടിൽ ഇങ്ങനെ പോവാണ് കേട്ടാ. ഇനി ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം. നമ്മൾ ആന്ധ്രാപ്രദേശിൽ വില്ലേജ് ഇതുവരെ കവർ ചെയ്തിട്ടില്ല. കശ്മൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അവിടെ ഒരു മക്കാമുണ്ട് പറഞ്ഞു. അപ്പൊ NH നേരെ ഇങ്ങോട്ട് കിട്ടിയ ഒരു ഉൾഗ്രാമത്തേക്ക് കയറിക്കണേ. ഒരു വില്ലേജ് വരുന്നത് ഇതുപോലെ കേട്ടാ. ഇവിടെ ഇങ്ങനെ ക്ഷേത്രം വരുന്നുണ്ട്. അവിടെ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പച്ചയായ മനുഷ്യർ കേട്ടോ മൊത്തം. ഇങ്ങനെ ക്ഷേത്രം വരുന്നുണ്ട്. അതിന് നേരെ അടുത്തായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടാ. ഇവിടെ അതേപോലെ ഒരു രൂപവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിൻ്റെ ഉൾഗ്രാമമാണെന്നുള്ളത് ചിന്തിക്കണം. ആ കുട്ടികൾ പോണ റോട്ടിന് കുറച്ചാണ് പോയാൽ കേട്ടോ. ഇത് കുറച്ചും കൂടി ഉള്ളിലേക്കാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ കേട്ടോ ഇവിടുത്തെ ഗ്രാമങ്ങൾ കാഴ്ചകളൊക്കെ. ഹായ് ടാറ്റ കാട്ട്. ബൈ ബൈ. ഭയങ്കര കമ്പനി ആട്ടെ കുട്ടികളൊക്കെ. ഭയങ്കര ഇഷ്ടമായി. ഇതുപോലെയൊക്കെ കേട്ടോ ഉൾഗ്രാമങ്ങൾ കാര്യങ്ങളൊക്കെ. കുഴപ്പമില്ലാത്ത വീട് കേട്ടാ. വലിയൊരു പവർ പറയാനില്ലെങ്കിലും അത്യാവശ്യം സെറ്റപ്പായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് കേട്ടാ. ഈ ഒരു ഏരിയക്കൊക്കെ റോഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ. ഇങ്ങനെ കാളനൊക്കെ കിട്ടുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടാ. അങ്ങനെ നമ്മൾ പോണ പക്ക വില്ലേജിൽ കൂടെ എന്നുള്ളത് ആലോചിക്കണം കേട്ടാ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് റോഡ് കാര്യങ്ങളൊന്നും ഇല്ല തോന്നുന്നുണ്ട്. എന്നാലും നമ്മൾ പോവും. അപ്പോൾ ഈ ബൈക്ക് പോവില്ല എന്നട്ടാ പറഞ്ഞത്. ഫുള്ള് കച്ചറ. മലയാളം ട്രാവലിംഗ് ഇവിടെ നിന്ന് അങ്ങോട്ടേ മോശമായിട്ടുള്ള റോഡാട്ടാ. പോലെ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകണേ. ഭംഗിയുള്ള കൃഷിയിടങ്ങളുള്ള സ്ഥലമാണ് കേട്ടാ. വരുമ്പോ കണ്ടാട്ടാ. ഇതേതാ മോഡൽ എന്നുള്ളത് അറിയണവരുണ്ടെങ്കിൽ കമലിൽ പറയട്ടാ. ഇവിടെ ഇങ്ങനെ അടിയിലിട്ട് കണ്ട ഒരു കട്ടിങ് ഇട്ടിക്കണേ. പശുവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട്. ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണല്ലോ. ഒരക്ക തട്ട പോണേ. అక్క కేరళ ట్రావెల్ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നെ. ഇതുപോലത്തെ ഒരു കടയൊക്കെ കാണുന്നുണ്ട് കേട്ടാ. അങ്ങനെ പക്ക ഗ്രാമത്തിൽ കൂടെയായിട്ട് നമ്മളെ യാത്ര. നായ്ക്കളൊക്കെ പിന്നാലെ കൂടിയിരിക്കണേ. പക്ക ഗ്രാമം ഉൾഗ്രാമത്തിൽ കൂടെയാണ് നമ്മളെ യാത്ര കേട്ടാ. എല്ലാ വീട്ടിലും പോത്താണ് കേട്ടാ. നമ്മളുടെയൊക്കെ പശു കാര്യങ്ങളൊക്കെ അല്ലേ. ഇവിടെ മൊത്തം പോത്താണ്. തമിഴ്നാട്ടിലൊക്കെ കാണുന്നത് പോലത്തെ വെള്ള സ്രോതസ് കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ ഇവിടെ അനുഭവപ്പെട്ടത് കാണാനൊക്കെ. ഇനി ഈ ഒരു വില്ലേജിൽ അവിടെ അങ്ങനെ ആയിട്ടൊരു സ്കൂളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവിടേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഏകദേശം 4 മണി 5 മണിയോട് അടുത്തേക്കണം കേട്ടോ. അതിന് ഞങ്ങൾ ഇവിടെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലേൻ്റെ മരം കണ്ട. അപ്പോൾ അവിടെ നിന്ന് പൊട്ടിക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയാണ് കേട്ടോ. ഒക്കെ ഉൾഗ്രാമം കേട്ടോ. ഈ ഒരാളെ മൂത്തിക്ക് കറക്റ്റ് നോക്കിട്ടാ. എന്തെങ്കിലും ഒരു രൂപസാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ കമലിൽ അറിയിക്കേ. ഇതുപോലെയൊക്കെയാണ് കേട്ടോ. എന്തെങ്കിലും ആവശ്യ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കും. തോട്ടത്തിൽ ഇനിയിപ്പോൾ പോവുകയാണെങ്കിൽ തോട്ടത്തിൽ നിന്നൊക്കെ ഓരോരുത്തർ തിരിയാണ് മേടിക്കില്ല. ഞങ്ങൾ പൈസ കൊടുക്കേണ്ടി വന്നാൽ മേടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പച്ചക്കറികളൊക്കെ തന്നത്. ഇതുകൊണ്ടൊന്നും ആവില്ല. എന്നാലും ഒരു രസം നാച്ചുറലായിട്ട് കിട്ടില്ലേ. ഈ കണ്ടതെടുത്തിട്ടുണ്ട് കേട്ടോ. കുറേശ്ശെ എടുക്കുള്ളൂ. കുറേ എടുത്ത് വെച്ചിട്ടൊരു കാര്യമല്ലോ. അങ്ങനെ ഈ സൈഡിലേക്ക് വന്നപ്പോൾ കണ്ടാണ് അടിപൊളി പൂക്കൾ വിരിഞ്ഞിട്ടുള്ള ഒരു മരം കേട്ടോ. ആര്യവേപ്പ് മരമുണ്ട് ഇപ്പുറത്ത് നല്ല അടിപൊളി ഒരു ആര്യവേപ്പ് മരം കേട്ടോ. റെഡും മഞ്ഞായിട്ടുള്ള അടിപൊളി ഒരു മരം. എന്തൊരു രസമുണ്ട്. ഇങ്ങനെ ഒരു വില്ലേജിലാട്ടോ എത്തിയിട്ടുള്ളത്. പക്ക ഗ്രാമം. അവിടെ ഇങ്ങനെ ഒരു ആര്യവേപ്പിൻ്റെ മരം, വലിയ മരമൊക്കെ കാണും കേട്ടോ. ഇവിടുത്തെ ഒരു കട ഉണ്ട്. ഇവിടെ ഇങ്ങനെ അടക്കാവത്തിൻ്റെ മരം കണ്ടപ്പോൾ നിർത്തിയാണ് കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ കളിക്കുന്നുണ്ട് 2 ആൾ. ഇതൊന്നും നമ്മളെ നാട്ടിൽ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. ഇന്ന് ജസ്റ്റ് പോയോക്കാം, എന്തെങ്കിലും പറയാൻ നോക്കാം. 2 ഏട്ടന്മാർ കളിക്കണേ. എന്നാ പേരെന്നാ പേര്? നിങ്ങ പേര്? ഊര് പേര് പിടിപ്പാലം.
ഇതിങ്ങനെ ഒരു കളിയാണ് കേട്ടോ. ഇവരിങ്ങനെ എന്തോ സാധനം എടുത്തിടുന്നുണ്ട്, അതിനനുസരിച്ച് രണ്ടാളും ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വീടുകൾ കാര്യങ്ങളൊക്കെ ഈ സിറ്റുവേഷനിലാണ് കേട്ടോ. ഈ മരത്തിൽ നടക്കാൻ പോകാൻ കിട്ടിയിരുന്നു കേട്ടോ. ഇവിടുത്തെ ഓട്ടോറിക്ഷയാണ് കാണുന്നത്. അത് നമുക്ക് വ്യത്യസ്തമായിട്ട് അതൊന്ന് പരിചയപ്പെടണ വേണം കേട്ടോ. വേറെ തന്നെ രൂപമാണ്. ട്രാക്ടർ നോക്കിട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. നമ്മൾ കുറഞ്ഞ ഡെസ്റ്റിനേഷനെ കവർ ചെയ്യണുള്ളൂ. ഏകദേശം 2 വർഷം പ്ലാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി അത് 3-4 വർഷമാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്ത്യ മേപ്പാൾ ഭൂട്ടാനൊക്കെ പോകാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ ആ ഏരിയക്ക് എത്തുമ്പോഴാണ് നമ്മൾ ആ പ്ലാനിങ് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോയിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതാണ് നമുക്ക്